ഇന്ന് നമ്മൾ ശരിക്കും പ്രചോദനം നൽകുന്ന ഒരു ജീവിതകഥയാണ് ചർച്ച ചെയ്യുന്നത്. കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കോടികളുടെ ആസ്തിയിലേക്ക് ഒരാൾ നടത്തിയ ഒരു യാത്ര. അതെ. നമ്മുടെ മുന്നിലുള്ള സോഴ്സ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഒരു വീഡിയോ ആണ്. ഇതിൽ ടി ശ്രീനിവാസ് എന്നൊരു വ്യക്തി തന്റെ ജീവിതം എങ്ങനെ മാറിമറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദൗത്യം ഇതാണ്. ഒരു സാധാരണ ടാക്സി ഡ്രൈവർ, കടക്കിണിയിലായിരുന്ന ഒരാൾ എങ്ങനെയാണ് ഇന്ന് മാസം ഒരു 17-18 ലക്ഷം രൂപ വരുമാനം നേടുന്നത്? ഈ ഒരു യാത്ര നമുക്കൊന്ന് അടുത്തറിയണം. ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. തീർച്ചയായും. ഇത് വെറുമൊരു വ്യക്തിയുടെ സാമ്പത്തിക വിജയത്തിന്റെ കഥയായിട്ട് മാത്രം കാണാൻ പറ്റില്ല. ഇതൊരു സമ്പൂർണ്ണ ജീവിത ശൈലി മാറ്റത്തിന്റെ വിവരണം കൂടിയാണ്. അല്ലേ? കടബാധ്യത, ഒരു സാമൂഹികമായ ഒറ്റപ്പെടൽ, അവിടെ നിന്നെല്ലാം ആത്മവിശ്വാസത്തിലേക്കും മറ്റുള്ളവർക്കൊരു പ്രചോദനമാകുന്ന തലത്തിലേക്കും ഉയർന്നൊരാളുടെ കഥയാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് ആ പഴയ ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. വെസ്റ്റീജിന് മുൻപുള്ള ജീവിതം. തീർച്ചയായും. ശ്രീനിവാസ് തന്നെ പറയുന്നുണ്ട് താനൊരു സാധാരണ ക്യാബ് ഡ്രൈവർ ആയിരുന്നുവെന്നും. ഒരു ദിവസം 18 മണിക്കൂർ വരെ ജോലി ചെയ്യുമായിരുന്നു. 18 മണിക്കൂർ, അതൊന്ന് ഓർക്കണം. അതെ, ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. അത്രയും അധ്വാനിച്ചിട്ടും ജീവിതം ഒരു കരകടുപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഭാര്യയെ സഹായിക്കാനായിട്ട് ഒരാട്ടമില്ല്, പിന്നെ ഒരു പലചരക്ക് കടയൊക്കെ തുടങ്ങിക്കൊടുത്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ രണ്ടുപേരും ഒട്ടും മടിയന്മാരായിരുന്നില്ല. ഭർത്താവ് ദിവസം മുഴുവൻ ടാക്സി ഓടിക്കുന്നു, ഭാര്യ കടം നോക്കുന്നു. അതെ. എന്നിട്ടും ആ വീഡിയോയിൽ പറയുന്നത് പ്രകാരം അവർക്ക് മാസം ഒരു 20,000-ഓ 30,000-ഓ രൂപയിൽ കൂടുതൽ സമ്പാദിക്കാൻ പറ്റിയിരുന്നില്ല. അവരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു? മക്കളെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കുക എന്നത്. പക്ഷെ ആ വരുമാനം കൊണ്ട് അത് സാധിക്കില്ലാന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. വരുമാനക്കുറവ് മാത്രമായിരുന്നില്ല പ്രശ്നം. ഈ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാനെടുത്ത കടമുണ്ടല്ലോ, അത് പതിയെ പതിയെ വലുതായി. അവസാനം അത് 17 ലക്ഷം രൂപയുടെ ഒരു കടബാധ്യതയായി മാറി. 17 ലക്ഷം, അതൊരു വലിയ തുകയാണ്. അതെ. അതിന്റെ ഫലമായിട്ട് ഹൈദരാബാദ് ഹൈടെക് സിറ്റിയിലുണ്ടായിരുന്ന അവരുടെ സ്വന്തം വീട് വിൽക്കേണ്ടി വന്നു. ഹോ, ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. എല്ലാ പ്രതീക്ഷകളും പോയി. ഈ ഒരു മുൻപത്തെ അവസ്ഥയുണ്ടല്ലോ, അത് ഈ കഥയുടെ വൈകാരികമായ അടിത്തറയാണ്. ഒരാളുടെ സ്വപ്നങ്ങളെല്ലാം, പ്രത്യേകിച്ച് മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, അതൊക്കെ തകർന്നു പോകുന്ന ഒരു സാഹചര്യം. ശരിയാണ്. 17 ലക്ഷം കടം, സ്വന്തം വീട് നഷ്ടപ്പെടുന്നു. ഇത് കേൾക്കുന്നാർക്കും സഹതാപം തോന്നും. ഈയൊരു പശ്ചാത്തലമാണ് പിന്നീട് വരുന്ന ആ വലിയ വിജയത്തിന് കൂടുതൽ തിളക്കം കൊടുക്കുന്നത്. ശരിയാണ്. ആ വീട് വിൽക്കുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് കഥയിലെ ആ വഴിതിരിവ് വരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ ഗ്രേറ്റ് അപ്ലൈൻ എന്ന് പറയുന്ന സലീം സാറിനെ കണ്ടുമുട്ടുന്നത്. അപ്ലൈൻ? അതെ. ഈ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് ഒരാളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് വഴികാട്ടിയാകുന്ന ആളെയാണ് അപ്ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം വെസ്റ്റീജിലേക്കെത്തി. അതൊരു പുതിയ തുടക്കമായിരുന്നു. പക്ഷേ ഈ കഥയനുസരിച്ച് അതൊരു പെട്ടെന്നുള്ളൊരു മാജിക് ആയിരുന്നില്ല. ശ്രീനിവാസ് തന്നെ പറയുന്നുണ്ട്, തുടക്കത്തിൽ ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടായിരുന്നു എന്ന്. അതെ, താൻ പറയുന്നത് പലർക്കും ആദ്യം അത്ര വിശ്വാസം വന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. അതാണ് പോയിന്റ്. പകരം ആ സിസ്റ്റം എന്താണെന്ന് കൃത്യമായി പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹം തയ്യാറായി. നിങ്ങൾ പറഞ്ഞ ആ വാക്ക് വളരെ പ്രധാനമാണ്. ആ സിസ്റ്റം പഠിച്ചു എന്നുള്ളത്. എന്താണ് ഈ സിസ്റ്റം? വിജയിച്ച ആളുകൾ ഉണ്ടാക്കിവെച്ച ലളിതമായ ഒരു വഴിയാണത്. അത് അതേപടി പിന്തുടർന്നാ മതി. അതെ, ഒരുപാട് ചിന്തിച്ച് സങ്കീർണമാക്കേണ്ട കാര്യമില്ല. ഇല്ല. ആ ഒരു സ്ഥിരോത്സാഹം, സിസ്റ്റത്തിലുള്ള വിശ്വാസം, അതാണ് വിജയത്തിലേക്ക് നയിച്ചത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. വിജയിക്കാൻ വേണ്ടത് നല്ലൊരു മനോഭാവമാണ് എന്ന സിമ്പിളായ ഒരു സന്ദേശമാണ് അതിലൂടെ കിട്ടുന്നത്. അപ്പോ ആ പഠനകാലഘട്ടത്തിന് ശേഷം സംഭവിച്ച മാറ്റങ്ങളിലേക്ക് വരാം. വെസ്റ്റീജിൽ ചേർന്നതിന് ശേഷമുള്ള ജീവിതം. ഇനി പറയുന്ന കണക്കുകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. അതെ. ഒരു കാലത്ത് മാസം 20,000 രൂപയ്ക്ക് ബുദ്ധിമുട്ടിയിരുന്ന ശ്രീനിവാസിന്റെ ഇന്നത്തെ മാസവരുമാനം എത്രയാണെന്നോ? 17-18 ലക്ഷം രൂപ. അതൊരു വലിയ സംഖ്യയാണ്. പക്ഷെ ആ പണം മാത്രമല്ല കാര്യം. ആ പണം കൊണ്ട് കിട്ടിയ ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ഈ കഥയെ ഇത്ര ആകർഷകമാക്കുന്നത്. അതെ. ഈ ബിസിനസ് മോഡലിന്റെ ഏറ്റവും വലിയ ആകർഷണവും അതുതന്നെ. വെറുതെ പണമല്ല, ഒരു പുതിയ ലൈഫ് സ്റ്റൈലാണ് വാഗ്ദാനം. കൃത്യം. ഉദാഹരണത്തിന്, പണ്ട് ടാക്സി ഓടിച്ചിരുന്ന അതേ ആൾക്ക് ഇന്ന് സ്വന്തമായി ഒരു മെഴ്സിഡീസ് ബെൻസ് ഉണ്ട്. ബെൻസ്? ഏകദേശം 1 കോടി രൂപയുടെ കാറുകൾ സ്വന്തമായുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്.
കടം കാരണം വീട് വിട്ടാൽ ഇന്ന് 3.5 കോടി രൂപയുടെ പുതിയ വീട് നിർമ്മിച്ചു. കൊള്ളാം. ഹൈദരാബാദിന് ചുറ്റുമായിട്ട് 4 ഓപ്പൺ പ്ലോട്ടുകൾ വാങ്ങി. ഇതൊക്കെ വലിയ നേട്ടങ്ങളാണ്. ഈ ഓരോ നേട്ടത്തിനും ഒരു പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. മെഴ്സിഡീസ് ബെൻസ് എന്നത് വെറുമൊരു കാറല്ല, അതൊരു സ്റ്റാറ്റസാണ്. തീർച്ചയായും. 3.5 കോടിയുടെ വീട് എന്നത് സുരക്ഷിതത്വത്തിന്റെ അടയാളമാണ്. മുൻപ് നഷ്ടപ്പെട്ടതിന് പകരം അതിലും വലുത് നേടി എന്നൊരു തോന്നല്. അത് കേൾക്കുന്നവർക്ക് തന്നെ ഒരു ആവേശമാണ്. അതെ, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു പരസ്യമായി മാറുകയാണ്. തീർച്ചയായും. പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞൊരു 15-20 വർഷം കൊണ്ട് ഭാര്യയ്ക്ക് ആകെ വാങ്ങി നൽകിയത് വെറും 3-4 പവൻ സ്വർണമായിരുന്നു. ഓഹ്. എന്നാൽ വെസ്റ്റീജിൽ വന്നതിന് ശേഷം 30 പവൻ സ്വർണം വാങ്ങി നൽകി എന്ന് പറയുമ്പോൾ അതിലൊരു ഭർത്താവിന്റെ അഭിമാനം കാണാം. ശരിയാണ്. അതുപോലെ മുൻപ് അടുത്തുള്ള അമ്പലത്തിൽ പോലും പോകാൻ മടിച്ചിരുന്ന ഒരു കുടുംബം ഇന്ന് തായ്ലൻഡ്, ഖത്തർ, ദുബായ് അങ്ങനെയുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചു. ആ ഒരു മാറ്റം അത് പണം കൊണ്ട് മാത്രം വരുന്നതല്ല, അതൊരു ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. പിന്നെ ഈ വിജയം ശ്രീനിവാസിന് മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ കഥയുടെ മറ്റൊരു ഭംഗി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാറ്റവും എടുത്തു പറയുന്നുണ്ട്. ശരിയാണ്, അതൊരു പ്രധാന പോയിന്റാണ്. മുൻപ് ആളുകളുമായി അധികം സംസാരിക്കാതെ ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയിരുന്ന അവർ ഇന്ന് വലിയ സ്റ്റേജുകളിൽ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ അംഗീകാരങ്ങൾ വാങ്ങുന്നു, സംസാരിക്കുന്നു. ഞങ്ങളുടെ ജീവിതം 360 ഡിഗ്രി മാറി എന്നവർ പറയുമ്പോൾ അത് സാമ്പത്തിക ഉയർച്ചയെ മാത്രമല്ല കാണിക്കുന്നത്. അല്ല, അതൊരു വ്യക്തിത്വ വികാസം കൂടിയാണ്. അതെ, ആത്മവിശ്വാസം, സംസാരിക്കാനുള്ള കഴിവ്, മറ്റുള്ളവർക്ക് പ്രചോദനമാകാനുള്ള ഒരു അവസരം, ഇതെല്ലാം ആ പ്ലാറ്റ്ഫോം നൽകി എന്നാണ് അവർ പറയുന്നത്. അതെ, ഞങ്ങളുടെ ജീവിതം മാറിയതിനൊപ്പം ഞങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റാൻ സഹായിക്കുന്നു എന്നവർ പറയുമ്പോൾ ഈ ബിസിനസ് വെറുമൊരു കച്ചവടമല്ല, അതൊരു ദൗത്യമാണ് എന്നൊരു തോന്നൽ വരും. ഈ സഹായിക്കുക എന്ന വാക്കിനിവിടെ വലിയ പ്രാധാന്യമുണ്ട്, അല്ലേ? വളരെയധികം. ആളുകളെ ബിസിനസ്സിലേക്ക് ചേർക്കുന്നത് അവരെ സഹായിക്കാനാണ് എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ലളിതമായൊന്ന് പറയാമോ? കാരണം ഈ 17-18 ലക്ഷം വരുമാനം എന്നത് അത് എങ്ങനെ വരുന്നു എന്ന് കേൾക്കുന്നവർക്കൊരു സംശയമുണ്ടാകാം. നല്ല ചോദ്യമാണ്. വളരെ സിമ്പിളാണ്. ഡയറക്റ്റ് സെല്ലിംഗില് വരുമാനം വരാൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്ന്, കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് നേരിട്ട് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം. ഓക്കെ. 2, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാർഗം. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന ആളുകൾ, അതായത് നമ്മുടെ ഡൗൺലൈൻ, നമ്മുടെ ടീം. അതെ, നമ്മുടെ ടീം. അവർ നടത്തുന്ന കച്ചവടത്തിന്റെ ഒരു വിഹിതം നമുക്ക് കമ്മീഷനായി ലഭിക്കും. അവർ പുതിയ ആളുകളെ ചേർക്കുമ്പോൾ അവരുടെ കച്ചവടത്തിൽ നിന്നും നമുക്ക് കമ്മീഷൻ കിട്ടും. അപ്പോൾ നെറ്റ്വർക്ക് വലുതാകുന്നതിനനുസരിച്ച് വരുമാനം കൂടും. ശ്രീനിവാസിന്റെ കാര്യത്തിൽ ഇത്രയും വലിയ വരുമാനം കിട്ടുന്നത് അദ്ദേഹം വലിയൊരു ടീമിനെ ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇനി ശ്രീനിവാസിന്റെ അവസാനത്തെ സന്ദേശത്തിലേക്ക് വരാം. അദ്ദേഹം തന്റെ കഥ അവസാനിപ്പിക്കുന്നത് വളരെ ലളിതവും എന്നാൽ ശക്തമായ ഒരു ചോദ്യം കൊണ്ടാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ്: 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണ ടാക്സി ഡ്രൈവറായിരുന്ന എനിക്ക് ഈ ബിസിനസ്സിലൂടെ മാസം 17-18 ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ ഇതിനേക്കാൾ വിദ്യാഭ്യാസവും കഴിവുമുള്ള നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ആ ചോദ്യമാണ് ഈ വീഡിയോയുടെ കാതൽ. അതിന്റെ മനഃശാസ്ത്രം വളരെ ലളിതമാണ്. അതെ, വിജയിക്കാൻ വലിയ വിദ്യാഭ്യാസമോ പരമ്പരമോ ഒന്നും വേണ്ട. വേണ്ടത് വലിയ സ്വപ്നങ്ങളും അത് നേടാനുള്ള ശരിയായ ഒരു അവസരവുമാണ്. ആ അവസരമാണ് വെസ്റ്റീജ് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന് എനിക്കും ഇത് സാധ്യമാണ് എന്നൊരു ആത്മവിശ്വാസം കിട്ടും. തീർച്ചയായും. അദ്ദേഹം വെസ്റ്റീജിന്റെ മാനേജ്മെന്റിനെയും അതിന്റെ ഉൽപ്പന്നങ്ങളെയും വളരെ പ്രശംസിക്കുന്നുണ്ട്. താൻ വിജയിച്ചത് തന്റെ മാത്രം കഴിവുകൊണ്ടല്ല, ശരിയായ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അതെ, ഈ സിസ്റ്റം ആർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്നതും പിന്തുടരാവുന്നതുമാണ് എന്നൊരു ഉറപ്പും അതിലുണ്ട്. അതെ, ഈ വിജയം തീർച്ചയായും പ്രചോദനാത്മകമാണ്. എന്നാൽ ഈ സോഴ്സ് ഒരു വ്യക്തിയുടെ അസാധാരണമായ വിജയത്തെയാണ് എടുത്തു കാണിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ശരിയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്ത് എല്ലാവർക്കും ഒരുപക്ഷെ ഇതേപോലൊരു വിജയം നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ ശരിയായ മനോഭാവത്തോടെ സിസ്റ്റം പിന്തുടർന്നാൽ ആർക്കും അവരവരുടെ സ്വപ്നങ്ങൾ നേടാൻ സാധിക്കും എന്ന സന്ദേശമാണിതിൽ പ്രധാനം. ചുരുക്കത്തിൽ ടി ശ്രീനിവാസിന്റെ ഈ അനുഭവം നമുക്ക് മുന്നിൽ വെക്കുന്നത് ഒരു യാത്രയുടെ വ്യക്തമായ ചിത്രമാണ്. കടക്കെണിയിൽ നിന്ന് കോടികളുടെ ആസ്തിയിലേക്ക്, അപമാനത്തിൽ നിന്ന് അംഗീകാരത്തിലേക്ക്, പരിമിതികളിൽ നിന്ന് അവസരങ്ങളിലേക്ക്. അതെ, ഒരു സിസ്റ്റത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകാൻ തയ്യാറാണെങ്കിൽ
അവസരങ്ങൾ എങ്ങനെ ജീവിതം മാറ്റിമറിക്കും എന്നതിന്റെ ഒരു ഉദാഹരണമായി ഈ സോഴ്സ് നിലകൊള്ളുന്നു. അതെ, ഇതൊരു സാധ്യതയുടെ കഥയാണ്. ഒരാളുടെ ജീവിതത്തിൽ ശരിയായ അവസരം ശരിയായ സമയത്ത് കിട്ടുമ്പോൾ എത്ര വലിയ മാറ്റങ്ങൾ വരാമെന്ന് നമ്മൾ കാണുന്നു. ഈ കഥ നമ്മളെ സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. അവസാനമായി നിങ്ങൾക്ക് വേണ്ടി ഒരു ചിന്ത. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്തരമൊരു വഴിത്തിരിവ് എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. അതിനപ്പുറം ഈ ഡീപ് ഡൈവ് നമ്മളെ മറ്റൊരു ചോദ്യത്തിലേക്ക് കൂടി നയിക്കുന്നുണ്ട്. ശരിയായ സമയത്ത് ശരിയായ അവസരം മുതലെടുത്ത് ഒരു സിസ്റ്റത്തെ വിശ്വസിച്ച് മുന്നോട്ടു പോയാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അത് നേടാൻ സാധിക്കില്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ചിന്തിക്കാവുന്നതാണ്.